നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവർ അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയമൊക്കെ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുകയാണ്. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് CPM എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികൾ തങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. രാഹുലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ വിഷയം സജീവമായി നിർത്താനാണ് CPM ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം ഞങ്ങളെ ബാധിക്കില്ലെന്നും മാത്രമല്ല അവിടെയും പ്രതിരോധത്തിലായത് CPM ആണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികൾ എടുത്തുവെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ CPM പ്രതിരോധത്തിലായി എന്നും VD സതീശന്റെ പ്രതികരണം. CPM അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താമെന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ തിരിച്ചടിയുണ്ടാകും. വിഷയത്തിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നും VD സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും താൻ പറയേണ്ടതില്ലല്ലോ. അവരെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരുടെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഞങ്ങൾ ആ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങൾ ആ കൈ വിട്ടു. മുഖ്യമന്ത്രി ഇപ്പോഴും ആ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നും VD സതീശന്റെ പ്രതികരണം. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ബുധനാഴ്ച വിധി പറയും. നാളെയാണ് വിധി. അതുവരെ കർശന നടപടികൾ പാടില്ലെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകി. വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന നിർദ്ദേശമാണ് ഇതിലൂടെ കോടതി പോലീസിന് നൽകിയതെന്നാണ് പ്രതിഭാഗത്തിന്റെ വ്യാഖ്യാനം. ആദ്യ പീഡനക്കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് രണ്ടാമത്തെ കേസ്. സെഷൻസ് കോടതി ജഡ്ജി V. അനസാണ് കേസ് പരിഗണിച്ചത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ, അതായത് കോൺഗ്രസ് വേഗത്തിൽ തന്നെ രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അപക്വമായ തീരുമാനമായി പോയി എന്ന വിലയിരുത്തലുകൾ നിരീക്ഷകന്മാർ നടത്തുന്നുണ്ട്. വളരെ എടുത്തൊരു തീരുമാനമായിരുന്നു ഇത് എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ, അതായത് കോൺഗ്രസിന്റെ ഈ ഒരു നടപടി വളരെ അപക്വമായി എന്ന വിമർശനവുമായി കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി രാഹുൽ മങ്കൂട്ടത്തിനെ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പാർട്ടി പുറത്താക്കുന്ന ഒരു തീരുമാനം, അത് വളരെ പെട്ടെന്നായി പോയോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്? തീർച്ചയായിട്ടും ഞാനത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയാൻ ഞാനല്ല, കോൺഗ്രസ് തീരുമാനിക്കേണ്ട, ആ പാർട്ടി തീരുമാനിക്കും. പക്ഷെ സമാനമായ സാഹചര്യത്തിലുള്ള ആൾക്കാരെ CPM അവരുടെ സമഗ്ര ശക്തിയും എടുത്തിട്ട് രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ MLA-യും അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയും അവരുടെ കസേരകളിൽ ഭദ്രമായി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാർട്ടി അവരെ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. VJ ജോസഫിന്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടി രക്ഷിച്ചു. ജോസ് തെറ്റയിൽ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള, അത് വളരെ വൈഡായിട്ട്, അത് വീഡിയോയിലൂടെ വളരെ വൈറലായിട്ടുള്ള ഒരു വിഷ്വലായിട്ട് കേരളം മുഴുവൻ കണ്ടതാണ്. ജോസ് തെറ്റയിൽ എന്ന മന്ത്രിയുടെ കാര്യത്തിൽ അവരെല്ലാം PK കുഞ്ഞാലിക്കുട്ടിയോ അവരുടെ പാർട്ടി അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചില്ല. പക്ഷെ കോൺഗ്രസുമാരെ മാത്രം എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു. എന്നിട്ടോ കോൺഗ്രസ് രക്ഷപ്പെട്ടോ? കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ എന്താണ് MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പറഞ്ഞുവിടാത്തെന്നാണ് വിവരദോഷികളായിട്ടുള്ള നിരീക്ഷകർ ചോദിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്ന് പറഞ്ഞുവിടാൻ കോൺഗ്രസിന് അധികാരം ഈ രാജ്യത്താരും കൊടുത്തിട്ടില്ല. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മെമ്പറായ മാറ്റേണ്ടത് സ്പീക്കറാണ്. അത്ര പോലും വിവരമില്ലാത്ത ഉപദേശകരാണ് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ കുറ്റം നമ്മൾ ഇന്ന് പറയുന്ന തീയതി 15-ാം തീയതി ജാമ്യം നിഷേധിച്ച് ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നൊരു വാക്ക് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ കോൺഗ്രസ് ചെയ്തത് സബ്സ്റ്റൻസ് ആണ്, ഞാനും അനുകൂലിച്ചത്. പക്ഷെ അപക്വമായിട്ടുള്ള തീരുമാനം, എടുത്തുചാടിയുള്ള തീരുമാനം, അതായത് മുഖ്യമന്ത്രി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രതിവൈകൃതം ഉണ്ടെന്ന് കയറി വിധിച്ചതുപോലെ അപക്വവും എടുത്തുചാടിയുള്ളതുമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമായി പോയി അതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ, അങ്ങനെ ഒരു തിരിച്ചെടുക്കൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തല്? തിരിച്ചെടുക്കാൻ ഇനി സാധ്യമല്ലല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇനി എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും? ഒരിക്കലും കോൺഗ്രസ് രണ്ടാവുന്നുണ്ടാവാം. അദ്ദേഹത്തിന്റെ പക്ഷത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷവും അല്ലാത്ത പക്ഷവും എന്നുള്ള രീതിയിൽ ആ കോൺഗ്രസ് അങ്ങനെ ഒരു പിളർപ്പിലേക്കും തളർച്ചയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ, കോൺഗ്രസിന്റെ ചലനം എങ്ങും കാണാനില്ലേ.
ഈ വി.ഡി. സതീശൻ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ, രമേശ് ചെന്നിത്തല നടത്തുന്ന പത്രസമ്മേളനങ്ങളിലല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ കോൺഗ്രസിന്റെ ഒരു ചലനം? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കാര്യം, കോൺഗ്രസിലുള്ള മുസ്ലിങ്ങൾ പോലും BJP വരാതിരിക്കാൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് എനിക്ക് എന്റെ വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്ന് കിട്ടിയത്. മുസ്ലിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഈ നിസ്സംഗത കണ്ടിട്ട് അവര് CPM വോട്ട് ചെയ്യാൻ പോവാ, BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അവരിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സിനോട് പറഞ്ഞു. അത് നിങ്ങൾ ഇതുമായിട്ട് ചേർത്തല്ല, പ്രത്യേക എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് അങ്ങനെ മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തകരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടിരിക്കുന്ന മറ്റാണ്. ഇത് ഞാനിത് പറയുന്നത് ഒരു ബുദ്ധിജീവിയായിട്ട് കസേര ഈ സ്വീകരിക്കുന്നതുകൊണ്ടല്ല, നാട്ടിലുള്ള ഈ ചലനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇന്നലത്തെ ഈ കലാശക്കൂട്ടിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഒന്നും അറിയാനില്ലായിരുന്നു. വളരെ സങ്കടകരമാണത്. അപ്പൊ തകർന്നു വച്ചായിരിക്കുന്നു. അപ്പോ അതിലുള്ള മുസ്ലിങ്ങൾ പോലും CPM വോട്ട് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് പോവാൻ. അത് ഗൂഢാലോചനയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ രീതിയിൽ പോവാണ് രാഷ്ട്രീയം. അത് വളരെ രാഷ്ട്രീയമല്ല, അത് വർഗീയമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വർഗീയത വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഇതിനേക്കാൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു സന്ദർഭത്തില് ശരി, കുറച്ച് ഇപ്പോഴും കേൾക്കുകയാണ് കോൺഗ്രസ് പഴി. എന്നാൽ പിന്നെ ഈ പഴിയും കേട്ടുകൊണ്ട് രാഹുലിനെ അവരുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിയിട്ട് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്ന് എന്നീ ബെഹനാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരായിരുന്നു. എന്റെ ബോധ്യം, മറ്റേ ബോധ്യം, പരാതികൾ ഒരുപാട് ഉണ്ടാവാമെന്നേ. അത് കേസ് കൊടുക്കണം, കേസ് കൊടുത്ത് കോടതി അത് തെളിയിക്കുന്നേ. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെ ലിബറലായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇടപെടുന്നത്. ഇൻ റിലേഷൻ ആണല്ലോ പലരുടെയും നമ്മൾ നോക്കുമ്പോൾ അവരുടെ സ്റ്റാറ്റസുകളിൽ കാണുന്നത്. അങ്ങനല്ലേ? അല്ല അല്ലേ? അങ്ങനെയാണ് ഇൻ റിലേഷനാണ് പലരും. അതെ, ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇവിടെ. ആ തലമുറയിൽപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിപ്പോ ഒന്ന് പിണങ്ങിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ശിക്ഷകളൊക്കെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടെന്നാണ് പുതുതലമുറ സോഴ്സുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം. ചതിക്കുക, അങ്ങനെ പകരം ചെയ്യുക, പ്രതികാരം ചെയ്യുക ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണോ ഇതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എല്ലാം കോടതി പറയേണ്ട സത്യങ്ങളാണ്. അത് നമ്മൾ കയറിയിട്ട് ഇതിനെ ഓരോന്ന് വിജയിച്ച് ഒരു പാർട്ടിയുടെ MLAക്കെതിരെ നടപടിയെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ നഷ്ടം കോൺഗ്രസിനാണ്. അതായിരുന്നു കോൺഗ്രസ്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ പരിപൂർണ്ണ സ്പീക്കറോട് പറയണം, ഞങ്ങൾ ഇദ്ദേഹത്തിനെ രാജിവെപ്പിക്കണമെന്ന് സ്പീക്കറോട് കോൺഗ്രസിന് ആവശ്യപ്പെടായിരുന്നു. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇതിപ്പോ എങ്ങും എത്താത്ത ഒരു സ്ഥിതിയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഠിക്കൽ കൊണ്ടിട്ട് കുടമുടയ്ക്കുന്ന ഒരു പരുവത്തിലുമായി. ഫലം വരുമ്പോൾ അറിയാം, കോൺഗ്രസിനകത്ത് ഇനി വീണ്ടും പടലപ്പിണക്കങ്ങളും വാളയ്ക്കൽ പടവും ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. അവരുടെ അപക്വവും അതുപോലെ തന്നെ. എന്നിട്ടോ CPM ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് ചോദിക്കാനൊരു വാക്ക് പോലും അവർ ചോദിക്കുന്നുമില്ല.